അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട് അത് പാരായണം ചെയ്യുന്നവരെ ഒരു ഉദാഹരണത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനോഹരമായി ഉപമിക്കുന്നുണ്ട്. അഖ്ബർന ഖുതൈബത്തു ബിൻ സഈദ് റളിയല്ലാഹു അൻഹു ഖാല അൻ അനസ് റളിയല്ലാഹു അൻഹു അബീ മൂസ റളിയല്ലാഹു അൻഹു തൊട്ടുദ്ധരിക്കുന്ന ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മസലുൽ മുഅ്മിനുല്ലദീ യഖറഉൽ ഖുർആന, ഖുർആൻ ഓതുന്ന വിശ്വാസിയായ ആളുടെ ഉദാഹരണം മിസ്ലൽ ഉത്തുറുജ്ജത്തി, അത് ഓറഞ്ച് പോലെയാണ്, മധുരനാരങ്ങ പോലെയാണ്. റീഹുഹാ ത്വയ്യിബുൻ, അതിൻ്റെ മണം നല്ല സുഗന്ധപൂരിതമായ മണമാണ്, നല്ല മണമാണ്. അപ്പോൾ തൊഅമുഹാ ത്വയ്യിബുൻ, അതിൻ്റെ രുചിയും നല്ല ഭംഗിയുള്ള രുചിയാണ്, മനോഹരമായ രുചിയാണ്. അപ്പോൾ മസലുൽ മുഅ്മിനുല്ലദീ ലാ യഖറഉൽ ഖുർആന, ഖുർആൻ ഓതാത്ത മുഅ്മിനിന്റെ ഉദാഹരണം, സത്യവിശ്വാസിയുടെ ഉദാഹരണം കമസലി തമ്രത്തി, അത് കാരക്ക പോലെയാണ്. ലാ റീഹ ലഹ, കാരക്കക്ക് സുഗന്ധമില്ല, എന്നാൽ ത്വഅമുഹാ ഹുൽവുൻ, അതിൻ്റെ രുചി മാധുര്യമുള്ളതാണ്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് വമസലുൽ മുനാഫിഖ് അല്ലദീ യഖറഉൽ ഖുർആന, ഖുർആൻ ഓതുന്ന കപടവിശ്വാസിയുടെ ഉദാഹരണം കമസലി റൈഹാനത്തി, റൈഹാൻ പുഷ്പം പോലെയാണ്. കാരണം റീഹുഹാ ത്വയ്യിബുൻ, റൈഹാൻ പുഷ്പത്തിന്റെ സുഗന്ധം നല്ല പരിമളമുള്ള സുഗന്ധമാണ്. ത്വഅമുഹാ മുറുൻ, എന്നാൽ അതിന്റെ രുചിയാണെങ്കിലോ കൈപ്പേറിയതുമാണ്. മസലുൽ മുനാഫിഖുല്ലദീ ലാ യഖറഉൽ ഖുർആന, ഇനി ഖുർആൻ ഓതാത്ത കപടവിശ്വാസിയുടെ ഉദാഹരണം കമസലിൽ ഹമ്മലത്തി, അത് ആട്ടങ്ങ പോലെയാണ്. ലൈസലഹാ റീഹുൻ, ആട്ടങ്ങക്ക് മണമില്ല, അതിന് സുഗന്ധമില്ല. ത്വഅമുഹാ മുറുൻ, അതിന്റെ രുചിയാണെങ്കിലോ കയ്പും ആണ്. ഇതുപോലെയാണ് വിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ട് അത് ഓതുന്നവരുടെ ഉദാഹരണം റസൂലുള്ളാഹി തങ്ങൾ വിശ്വാസിയിലൂടെയും അവിശ്വാസിയിലൂടെയും കപടവിശ്വാസിയിലൂടെയും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മധുരമായി, അതിനെ വളരെ മനോഹരമായി ഉപമിക്കുന്നത്. അല്ലാഹു തആല നമുക്ക് മനസ്സറിഞ്ഞ് ശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാനുള്ള തൗഫീഖ്, അത് പതിവാക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.